Hi everyone, this is Abin from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടൈപ്പിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ അപ്ഡേഷനും ന്യൂസിനെ പറ്റിയാണ്. നമുക്ക് ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. നമ്മുടെ ഒന്നാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ iOS 16.6 ബീറ്റ 2ഉം അതേപോലെ എല്ലാ സോഫ്റ്റ്വെയറിൻ്റെ ബീറ്റാസും റിലീസായിട്ടുണ്ട്. അപ്പോൾ ബീറ്റ ടെസ്റ്റ് റണ്ണേഴ്സ് എന്തായാലും ആ ഒരു അപ്ഡേഷൻ ചെയ്തിരിക്കണം. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ഈ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നീട് നമുക്കറിയാവുന്ന പോലെ WatchOS 9.5.1 എന്നൊരു സോഫ്റ്റ്വെയർ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട് വാച്ചിന് വേണ്ടി മാത്രം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വാച്ചിൽ ഒരു ഗ്രീൻ ടിൻറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂ എൻ്റെ വാച്ചിലുണ്ട്. കാരണം എൻ്റെ വാച്ചിൽ ചില സാഹചര്യങ്ങളിൽ ചില സിറ്റുവേഷനിൽ ബ്ലാക്ക് അല്ല ഗ്രീൻ ടിൻ്റാണ് ഫീൽ ചെയ്യുന്നത്. അതെല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ആ ഒരു പ്രശ്നമുള്ളവർ നമ്മുടെ വീഡിയോ തൊട്ട് അത് കമൻറ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ കുറച്ചധികം പേർക്ക് ആ ഒരു ഇഷ്യൂ വന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ ഈ ഒരു WWDC 2023 ആ ഒരു വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇവൻറ്റ് ഫോർ ആപ്പിൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഈ വരുന്ന തിങ്കളാഴ്ചയാണ് വരുന്നത്. ഈ ഒരു ഇവൻറ്റിൽ കുറേയധികം സ്റ്റിക്കേഴ്സ് ആപ്പിൾ റിലീസ് ചെയ്തു. ഈ ഒരു സ്റ്റിക്കേഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ഡീകോഡിങ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീകോഡിങ്ങും സ്റ്റിക്കേഴ്സ് വെച്ച് ആപ്പിൾ തന്നിരിക്കുന്ന കുറേയധികം ഹിഡൻ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാവും. അതേപോലെ ആപ്പിളിൻ്റെ WW23 അവസാനത്തെ അതായത് ഫൈനൽ സ്ട്രെച്ച് ലീക്സ് ആൻഡ് റൂമേഴ്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഇപ്പോൾ ഈ ഒരു ന്യൂസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. കാരണം ആ ഒരു വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഒരു ക്ലിയർ കട്ട് ഇമേജ് ഇനി വരുന്ന പരിപാടികളും നമുക്കൊന്ന് OSനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ WWDC 23 എന്ന് പറഞ്ഞ ഒരു ഹാഷ് ഫ്ലാഗ് ട്വിറ്ററിൽ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ട്വീറ്റ് ഫ്ലാഷ് കോഡ് അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ട്വീറ്റ് ഹാഷ്ടാഗ് അനുസരിച്ച് നിങ്ങൾക്ക് WW23 കുറച്ചധികം കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പറ്റും ട്വിറ്ററിൽ. ആ ഒരു ട്വിറ്ററിൻ്റെ ഹാഷ്ടാഗാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു ട്വിറ്ററിൻ്റെ ഹാഷ്ടാഗ് ആപ്പിൾ തന്നെയാണ് ഒഫീഷ്യലി ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മുടെ FCPയുടെ ആദ്യത്തെ അപ്ഡേഷൻ ഐപാഡിൽ വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ കുറച്ചധികം സൈസ് ഉണ്ട്. ഏകദേശം 700 മുതൽ 800 MB ഈ ഒരു അപ്ഡേഷൻ ഐപാഡിലൊക്കെ വന്നിരിക്കുന്നത്. M1 ഓർ എബോവ് ആയിട്ടുള്ള എല്ലാ ഐപാഡിലും ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്ഡേഷൻ സൈസ് ചിലപ്പോൾ ഡിവൈസ് അനുസരിച്ചും മാറാവുന്നതാണ്. അതേപോലെ ആപ്പിൾ ഇപ്പോൾ കുറച്ചധികം എംപ്ലോയേഴ്സിനെ ഹയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് എംപ്ലോയീസിനെ? സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ്. ബിക്കോസ് ആപ്പിൾ ഇപ്പോൾ AR/VR ഹെഡ്സെറ്റിൻ്റെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. തന്നെ ആർഗ്യുമെൻറ്റ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനെ ആപ്പിൾ ഇപ്പോൾ ഹയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതലും ഹയർ ചെയ്യുന്നത് അമേരിക്കയിലാണ്. പക്ഷേ അത് പോകെ പോകെ നമ്മുടെ ഇന്ത്യയിലേക്കും വരുന്നതായിരിക്കും. നമ്മുടെ WW23 നമുക്ക് പുതിയൊരു മാക്ക് ലഭിക്കും എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ പറയുന്ന മാക്ബുക്കിന് ഏകദേശം 15 ഇഞ്ചിൻ്റെ ഒരു എയർ മോഡലായിരിക്കും കാണാൻ പോകുന്നത്. ഈ ഒരു എയറിൽ നമുക്ക് M2 സീരീസിൽ അല്ലെങ്കിൽ M2 ചിപ്സെറ്റ് സീരീസിൽ കാണുന്ന ഒരു പ്രോസസ്സറായിരിക്കും വരുന്നത്. M3 ആയിരിക്കില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തുകൊണ്ട് 15 ഇഞ്ചിൻ്റെ എയർ എന്ന് വെച്ചാൽ എയർ സീരീസിൽ ഇന്നേ വരെ ഇത്രയും നാളായിട്ട് നമുക്ക് 13 ഇഞ്ചിൻ്റെ എബോവ് കാണാറില്ല. മിക്കവാറും 14ഉം 16ഉം ഇഞ്ചിലാണ് പ്രോ സീരീസിൽ വരുന്നത്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് ഒരു എയർ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഒരു യൂസറിനെ സംബന്ധിച്ച് നല്ല സ്ക്രീനും അത്യാവശ്യം അഫോർഡബിളായ പ്രൈസിലും കിട്ടുന്ന എയർ ചൂസ് ചെയ്യാൻ കാരണമാകും. അപ്പോൾ എയറിൻ്റെ ഡിമാൻഡും കുറച്ചും കൂടെ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഈ ഒരു വട്ടം തന്നെ 15 ഇഞ്ചിൻ്റെ ഒരു മാക്ബുക്ക് എയർ റിലീസ് ചെയ്യുമെന്നും പറഞ്ഞേക്കുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന AR/VR ഹെഡ്സെറ്റും വരുന്നുണ്ട്. അത് ഷുവറായിട്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ macOSഉം iOSഉം iPadOSഉം tvOS WatchOS എന്നീ പറഞ്ഞ കുറേയധികം OSകളും നമുക്ക് വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ
ആപ്പിൾ ന്യൂസിൽ ഞാൻ കഴിഞ്ഞ വീക്കിലുണ്ടായ കുറച്ചധികം ന്യൂസുകളാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷൻ വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിലിരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this video. This is Abin Xavier signing from Evika.